ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 50ഓളം സെൻറ്റൻസസ് ആണ്. അതും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ. സോ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, അവിടെ നമ്മൾ കോൺവെർസേഷൻ ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം സെൻറ്റൻസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും ഇതിൽ നമ്മളൊരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ വൈസ് ആണ് നോക്കാൻ പോകുന്നത്. കാരണം നമ്മൾക്കിപ്പോൾ റിസർവ് ചെയ്യേണ്ടി വരാം, ടേബിൾ റിസർവ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ടും അതുപോലെ എന്തെങ്കിലും നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാനായിട്ടും. സോ അങ്ങനെ ഒരു 5-6 സിറ്റുവേഷനാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം. അതായത് നമ്മളിപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ ഒരുപാട് തിരക്കായിരിക്കും, നല്ല തിരക്കായിരിക്കും. സോ അവിടെ നമുക്ക് ചില സിറ്റുവേഷനിലൊക്കെ മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. മുൻകൂട്ടി നമുക്ക് റിസർവ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു സമയത്ത് നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ആ ടേബിൾ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ റിസർവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളതിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും, അവർക്ക് കോൾ ചെയ്തിട്ട് നമ്മൾ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ആ ഏതാണ് ടൈം ഓഫ് ദി ഡേ അനുസരിച്ച് നമ്മളങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഈ ഒരു ഫ്രേസ് വെച്ചിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഐ വുഡ് ലൈക്ക്, ഇങ്ങനെ പറയാൻ പറ്റും. ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ റിസർവേഷൻ. ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ റിസർവേഷൻ. റിസർവേഷൻ ചെയ്യാനായിട്ട്, ഒരു ടേബിൾ റിസർവ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ റിസർവേഷൻ എന്ന് പറയാം. പിന്നെ ഇങ്ങനെയും പറയാൻ പറ്റും. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ടേബിൾ ഫോർ 3. അതായത് ഇപ്പോൾ 3 പേർക്കാണ് നമുക്കൊരു ടേബിൾ ബുക്ക് ചെയ്യാനുള്ളത്. നിങ്ങളുടെ 3 ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ 3 പേരാണ് ഇങ്ങനെ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ടേബിൾ ഫോർ 3. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ടേബിൾ ഫോർ 3. അതായത് 3 പേർക്ക് എന്നൊരു മീനിങ് വരാനായിട്ടാണ് നമ്മൾ 4-3 എന്ന് പറഞ്ഞത്. ഇനി നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ അവരോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ച് ചോദിക്കും. ആ ഒരു റെസ്റ്റോറൻറ്റിലുള്ള സ്റ്റാഫ് അവിടെയുള്ളവരെന്തെയും ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കും. അതായത് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട്. ഏത് ഡേറ്റിനാണ്, എന്നത്തേക്കാണ്, ഏത് ടൈമിലാണ് നിങ്ങൾ വരുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ട്. അപ്പോൾ അവരിങ്ങനെ പറയും, ഫൈൻ, ഫോർ വാട്ട് ഡേ ആൻഡ് ടൈം. ഫൈൻ, ഫോർ വാട്ട് ടൈം ആൻഡ് ഡേ. അവരിങ്ങനെ ചോദിക്കും. ഏത് ദിവസമാണ്, ഏത് സമയമാണെന്ന് ചോദിക്കാനായിട്ട് അവരിങ്ങനെയാണ് ചോദിക്കുക. ഫൈൻ, ഫോർ വാട്ട് ഡേ ആൻഡ് ടൈം. ഫൈൻ, ഫോർ വാട്ട് ഡേ ആൻഡ് ടൈം. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽസ് ആയിട്ട് പറയും. അതായത് ഇപ്പോൾ എത്ര പേർക്കാണ്, അതുപോലെ തന്നെ ഏത് ദിവസത്തേക്കാണ് എന്ന രീതിയിലൊക്കെ നമ്മൾ അവരോട് റിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. 3 people, 3 people for Friday 20th at 7 PM. ഇപ്പോൾ അവിടെ ഒരു 7 മണിക്കാണ്. ഈ വരുന്ന ഫ്രൈഡേ ഒരു 7 മണിക്കാണ്. നമുക്ക് 3 പേർക്കാണെന്ന് പറയാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. 3 people for Friday the 20th 7 PM, at 7 PM. അറ്റ് മെൻഷൻ ചെയ്യും. at 7 PM എന്ന് നമുക്ക് പറയാം. ഇതുപോലെ നമ്മൾ റിസർവ് ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് ലാസ്റ്റായിട്ട് അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ താങ്കളുടെ പേരും ഫോൺ നമ്പറും ചോദിക്കും. ഇങ്ങനെ ആയിരിക്കും അവർ ചോദിക്കുക. ക്യാൻ ഐ ഹാവ് യുവർ നെയിം ആൻഡ് ഫോൺ നമ്പർ പ്ലീസ്. ക്യാൻ ഐ ഹാവ് യുവർ നെയിം ആൻഡ് ഫോൺ നമ്പർ പ്ലീസ് എന്ന രീതിയിൽ അവർ ചോദിക്കാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ബുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഡേ ആയി, ഫ്രൈഡേ ആയി, നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടെ പോയി നമ്മളവിടെ കയറി കഴിഞ്ഞാൽ അവിടുത്തെ വെയിറ്റർ അല്ലെങ്കിൽ വെയിട്രസ്. വെയിറ്റർ എന്ന് പറയുമ്പോൾ മെയിൽ സ്റ്റാഫാണ്, വെയിട്രസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ സ്റ്റാഫാണ്. സോ അവിടുത്തെ വെയിറ്റർ അല്ലെങ്കിൽ വെയിട്രസ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ അടുത്ത് ചോദിക്കും. താങ്കൾ എങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടത്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? വളരെ ബേസിക്കായിട്ട് അവർ ചോദിക്കും. അതുപോലെ തന്നെ അവരിങ്ങനെയും ചോദിക്കും. അതായത് താങ്കൾക്ക് റിസർവേഷൻ ഉണ്ടോ? ഡു യു ഹാവ് എ റിസർവേഷൻ? ഡു യു ഹാവ് എ റിസർവേഷൻ? താങ്കൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ടോ എന്നും ചോദിക്കാനായിട്ട് അവരിങ്ങനെ ചോദിക്കും. ഡു യു ഹാവ് എ റിസർവേഷൻ? അപ്പോൾ നമുക്ക് പറയാം. നമ്മളിപ്പോൾ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇങ്ങനെ പറയാം, യെസ്, വി ഹാവ് എ റിസർവേഷൻ അണ്ടർ ദ നെയിം ജാക്ക്. അതായത് ജാക്ക് എന്ന പേരിലാണ് നമ്മൾ റിസർവേഷൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. വി ഹാവ് എ റിസർവേഷൻ അണ്ടർ ദ നെയിം ജാക്ക്. വി ഹാവ് എ റിസർവേഷൻ അണ്ടർ ദ നെയിം ജാക്ക്. ഇങ്ങനെയും പറയാൻ പറ്റും. വി ഹാവ് എ റിസർവേഷൻ അണ്ടർ ജാക്ക്. ജാക്ക് എന്ന പേരിൽ നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് നമുക്കിങ്ങനെ പറയാം. അപ്പോൾ അവർ ഈ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് അവർ നമുക്ക് ടേബിൾ അറേഞ്ച് തരും. സോ അതിനുശേഷം പിന്നെ നമ്മൾ അവരോട് ഈ ഫുഡായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എൻക്വയറി. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഫുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാം അവരുടെ അടുത്ത് നമ്മളവിടെ ഇരുന്നതിന് ശേഷം. സോ നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, നമ്മൾ അവരോട് ഫുഡായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റും. അതായത് ഇന്നത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ്? ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. വാട്ട് ആർ ടുഡേയ്സ് സ്പെഷ്യൽസ്? വാട്ട് ആർ
ടുഡേയ്സ് സ്പെഷ്യൽസ്. ഓക്കെ, ഇങ്ങനെയാണ് ചോദിക്കുക. വാട്ട് ആർ ടുഡേയ്സ് സ്പെഷ്യൽസ് എന്നാണ് ചോദിക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അവിടുത്തെ വെയിറ്റർ അല്ലെങ്കിൽ വെയിട്രസിനോട് ചോദിക്കും താങ്കൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, കാരണം അവർക്ക് അവിടെ ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ, ഒരുപാട് കാലം അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ അവർക്ക് അറിയാം ഏതൊക്കെയാണ് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോട് ചോദിക്കും താങ്കൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചൂസ് ചെയ്യാൻ അത്രയും എന്താ പറയുക ഫുഡായിട്ട് ബന്ധപ്പെട്ട് അത്രയും ആ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡായിട്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കും അവരോട് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം വാട്ട് ഡു യു റെക്കമെൻഡ്, വാട്ട് ഡു യു റെക്കമെൻഡ്. ഓക്കെ, താങ്കൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്, വാട്ട് ഡു യു റെക്കമെൻഡ്. സോ അവർ ആ റെക്കമെൻഡേഷൻ പറയും. ഓക്കെ, ഏതൊക്കെ ഫുഡാണ് അവർ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫുഡ് വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കാനായിട്ട് ഈസ് ഇറ്റ് വെജിറ്റേറിയൻ, ഈസ് ഇറ്റ് വെജിറ്റേറിയൻ, ഈസ് ഇറ്റ് വെജിറ്റേറിയൻ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചോദിക്കാം ഇപ്പോൾ ചില ഐറ്റംസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ബർഗർ വാങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ ബർഗർ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഫ്രൈസും കിട്ടുമെന്ന് ചോദിക്കും. ഓക്കെ, ഫ്രൈസും കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും ഡസ് ദ ബർഗർ കം വിത്ത് എ സൈഡ് ഫ്രൈസ്, ഡസ് ദ ബർഗർ കം വിത്ത് എ സൈഡ് ഫ്രൈസ്. ഓക്കെ, ആ ബർഗറിൻ്റെ ഒപ്പം തന്നെ ഫ്രൈസും കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും ഇന്നൊരു ഡിഷിൻ്റെ ഒപ്പം സാലഡും കൂടി ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും ഡസ് ദിസ് കം വിത്ത് എ സാലഡ് ഓൺ ദ സൈഡ്, ഡസ് ദിസ് കം വിത്ത് എ സാലഡ് ഓൺ ദ സൈഡ്. സോ സലാഡ് എന്നല്ല പറയുക, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. സാലഡ് എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫുഡിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് ദ പാസ്ത സാലഡ്, വാട്ട് ഈസ് ദ പാസ്ത സാലഡ്, വാട്ട് ഈസ് ദ പാസ്ത സാലഡ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും ആ ഇന്നൊരു ഐറ്റത്തെക്കുറിച്ച്. അപ്പോൾ അവർ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയായിരിക്കും, എന്തായിരിക്കും മേജറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ അവർ ഡിസ്ക്രൈബ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ മെനു കാണണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫുഡ് ഐറ്റത്തിൻ്റെ മെനു കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ കുഡ് യു ഗിവ് അസ് ദ മെനു പ്ലീസ്, കുഡ് യു ഗിവ് അസ് ദ മെനു പ്ലീസ്, കുഡ് യു ഗിവ് അസ് ദ മെനു പ്ലീസ്. സോ ആ മെനു ഒന്ന് തരാമോ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾ ഫുഡിനെ കുറിച്ചുള്ള എൻക്വയറി ഒക്കെ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്യാം. ഓക്കെ, അതിലെങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഫ്രേസസ് ഒക്കെ ബേസിക്കായിട്ട് എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ വെയിറ്റർ അല്ലെങ്കിൽ വെയിട്രസ് വന്ന് ചോദിക്കും. ഓക്കെ ഓർഡർ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും അവർ ക്യാൻ ഐ ടേക്ക് ദി ഓർഡർ, ക്യാൻ ഐ ടേക്ക് ദി ഓർഡർ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും ആർ യു റെഡി ടു ഓർഡർ, ആർ യു റെഡി ടു ഓർഡർ, ആർ യു റെഡി ടു ഓർഡർ. ഓർഡർ ചെയ്യാൻ റെഡി ആയോ. ഓക്കെ, നിങ്ങൾ ഈ മെനുന്ന് ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ അവർ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു ബർഗറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പറയാം മേ ഐ ഹാവ് എ ബർഗർ, മേ ഐ ഹാവ് എ ബർഗർ. ഈ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാം. ഈ ഒരു രീതി മാത്രമല്ല, നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതുപോലെ ചോദിക്കാൻ പറ്റും. അതിലൊരു രീതിയാണ് മേ ഐ ഹാവ് എ ബർഗർ എന്ന രീതിയിൽ ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഐ വുഡ്, ഓക്കെ, ഐ വുഡ് എന്ന ഫ്രേസ് വെച്ച് നമുക്ക് പറയാം. ഓക്കെ, ഫുഡ് ഓർഡർ ചെയ്യാം. അതായത് ഐ വുഡ് ലൈക്ക് എ ബർഗർ, ഐ വുഡ് ലൈക്ക് എ ബർഗർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം ബർഗർ വേണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് എ ബർഗർ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു ഓർഡർ എ ബർഗർ, ഐ വുഡ് ലൈക്ക് ടു ഓർഡർ എ ബർഗർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐ വുഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം, നമുക്കങ്ങനെ ഓർഡർ ചെയ്യാം. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ വുഡൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇത്തിരി കൂടി പൊലൈറ്റ് ആവാനായിട്ടാണ്. ഇനി ഇത്തിരി കൂടി കാഷ്വലായിട്ട്, ഓക്കെ, ഇത്തിരി കൂടി കാഷ്വലായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് സാലഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐ വിൽ ഹാവ് എ സാലഡ്. സോ ഇപ്പോൾ പറയണം തന്നെ നമുക്ക് ഐ വിൽ എന്ന് തന്നെ നമുക്ക് കോൺട്രാക്ട് ചെയ്ത് ചുരുക്കി ഇങ്ങനെ പറയാൻ പറ്റും ഐ ഹാവ് എ സാലഡ്, ഐ ഹാവ് എ സാലഡ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാൻ ഐ ഹാവ് എ സാലഡ്, ക്യാൻ ഐ ഹാവ് എ സാലഡ്. ഇതൊക്കെ കാഷ്വലാണ്, ഇതൊക്കെ അത്രയും പൊലൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ അല്ല, ഇത്തിരി കൂടി കാഷ്വലാണ്. ഇനി അതുപോലെ നമുക്ക് പൊലൈറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കുഡും വെച്ചിട്ട്, ഓക്കെ, കുഡ് ഐ ഹാവ്, ഓക്കെ, കുഡ് ഐ ഹാവ് എന്ന ഫ്രേസ് വെച്ചിട്ട് നമുക്ക് പൊലൈറ്റ് ആയിട്ടും ഇതുപോലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുഡ് വെച്ചിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുക. അതായത് കുഡ് ഐ ഹാവ് ദ പാസ്ത, കുഡ് ഐ ഹാവ് ദ പാസ്ത, അതുപോലെ തന്നെ കുഡ് ഐ ഗെറ്റ് ദ പാസ്ത, കുഡ് ഐ ഗെറ്റ് ദ പാസ്ത എന്ന രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യം വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും മേ ഐ ഹാവ് സം വാട്ടർ. ഓക്കെ, കുറച്ച് വെള്ളം ചോദിക്കാനായിട്ട് മേ ഐ ഹാവ് സം വാട്ടർ, മേ ഐ ഹാവ് സം വാട്ടർ. അതുപോലെ തന്നെ ഇങ്ങനെയും പറയാൻ പറ്റും കുഡ് ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, കുഡ് ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ കുഡ് ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന രീതിയിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പ്രത്യേകിച്ച് എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക്, ഓക്കെ, എബ്രോഡ് മാത്രമല്ല ഇവിടെ നമുക്ക്
ഓക്കെ നമ്മൾ കേരളത്തിൽ പുറത്ത് പോകുമ്പോഴായാലും നമുക്ക് ചോദിക്കും. ഓക്കെ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫോക്കോ നൈഫോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ക്യാൻ ഐ ഹാവ് നൈഫ്, ക്യാൻ ഐ ഹാവ് എ ഫോക്ക്, ക്യാൻ ഐ ഹാവ് എ നൈഫ് പ്ലീസ്, ക്യാൻ ഐ ഹാവ് എ ഫോക്ക് പ്ലീസ്, ക്യാൻ ഐ ഹാവ് നാപ്കിൻ. ഓക്കെ നിങ്ങൾക്ക് നാപ്കിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റും. ക്യാൻ ഐ ഹാവ് നാപ്കിൻ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. സോ ഇതേപോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അല്ലെങ്കിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സോസ് ഉണ്ടാവില്ലല്ലേ. ഓക്കെ അപ്പോൾ നമുക്ക് സോസ് എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം, എങ്ങനെ പറയാൻ പറ്റും. കുഡ് യു ഗെറ്റ് മീ ടൊമാറ്റോ സോസ് പ്ലീസ്, കുഡ് യു ഗെറ്റ് മീ ടൊമാറ്റോ സോസ് പ്ലീസ്, കുഡ് യു ഗെറ്റ് മീ ടൊമാറ്റോ സോസ് പ്ലീസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൊമാറ്റോ സോസൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് കംപ്ലയിൻറ്റ് ചെയ്യുക. ഓക്കെ ടു മേക്ക് എ കംപ്ലയിൻറ്റ്. അതായത് ഇപ്പം നിങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, പക്ഷേ ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്ത രീതിയിലല്ല കിട്ടിയത്. ഓക്കെ ചെറിയ ഇഷ്യൂസൊക്കെ. അപ്പോൾ എങ്ങനെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊതുവെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അവർ വിളിക്കണമല്ലോ. അപ്പോൾ നമ്മൾ പൊതുവെ പറയാം എക്സ്ക്യൂസ് മീ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ എക്സ്ക്യൂസ് മീ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഈ ആ ഒരു കംപ്ലയിൻറ്റ് പറയും. ഓക്കെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറയാനായിട്ട് എങ്ങനെ പറയാൻ പറ്റും. ദിസ് ഈസ് നോട്ട് വാട്ട് ഐ ഓർഡേർഡ്. ഓക്കെ ദിസ് ഈസ് നോട്ട് വാട്ട് ഐ ഓർഡേർഡ്. അതേപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ്, പക്ഷേ കിട്ടിയത് എന്താണ്, ചിക്കൻ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. ഐ ഓർഡേർഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ബട്ട് ദിസ് ഈസ് ചിക്കൻ സാൻഡ്വിച്ച്. ഐ ഓർഡേർഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ബട്ട് ദിസ് ഈസ് ചിക്കൻ സാൻഡ്വിച്ച്. ഐ ഓർഡേർഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ബട്ട് ദിസ് ഈസ് ചിക്കൻ സാൻഡ്വിച്ച്. ഓക്കെ ഈ രീതിയിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കിട്ടിയത് മര്യാദയ്ക്ക് വെന്തിട്ടില്ല. ഓക്കെ കറക്റ്റായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ദിസ് ഈസ് നോട്ട് കുക്ക്ഡ്. എക്സ്ക്യൂസ് മീ, ദിസ് ഈസ് നോട്ട് കുക്ക്ഡ്. ഓക്കെ ദിസ് ഈസ് നോട്ട് കുക്ക്ഡ്. ഓക്കെ ഇത് മര്യാദയ്ക്ക് കുക്ക് ചെയ്തിട്ടില്ല. ദിസ് ഈസ് നോട്ട് കുക്ക്ഡ്. ഇനിയിപ്പോൾ അതേ സിറ്റുവേഷനിൽ തന്നെ ചില ഐറ്റംസൊക്കെ ഓവർ കുക്ക് ചെയ്താലും അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടല്ലേ. ഓക്കെ നമ്മൾ വിചാരിച്ച പോലെ വന്നില്ലെങ്കിൽ അതായത് ഓവർ കുക്ക് ആയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ദിസ് ഈസ് ഓവർ കുക്ക്ഡ്, ദിസ് ഈസ് ഓവർ കുക്ക്ഡ്, ദിസ് ഈസ് ഓവർ കുക്ക്ഡ്. ഓക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് കുക്ക് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഓവർ കുക്ക് ചെയ്തതാണ്, ഭയങ്കരമായിട്ട് വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓവർ കുക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് വേറൊരെണ്ണം വേണം. ഓക്കെ ഈ ഐറ്റം തന്നെ വേറൊരെണ്ണം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ദിസ് ഈസ് ഓവർ കുക്ക്ഡ്, കുഡ് ഐ ഗെറ്റ് അനദർ വൺ പ്ലീസ്. ദിസ് ഈസ് ഓവർ കുക്ക്ഡ്, കുഡ് ഐ ഗെറ്റ് അനദർ വൺ പ്ലീസ്. ഓക്കെ അതായത് ഇത് ഓവർ കുക്ക് ചെയ്തതാണ്, സോ എനിക്ക് വേറൊരെണ്ണം കിട്ടുമെന്ന് ചോദിക്കുകയാണ്. നമുക്കിങ്ങനെ പറയാൻ പറ്റും. ദിസ് ഈസ് ഓവർ കുക്ക്ഡ്, കുഡ് ഐ ഗെറ്റ് അനദർ വൺ പ്ലീസ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിയാറാകുമ്പോൾ അവിടുത്തെ വെയിറ്റർ അല്ലെങ്കിൽ വെയിറ്റേഴ്സ് വന്നിട്ട് ചോദിക്കും. ഓക്കെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്, എല്ലാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെയായിരിക്കും ചോദിക്കുക. ഹൗ ഈസ് എവറിത്തിങ്. കോൺട്രാക്ട് ഇതിങ്ങനെ ചോദിക്കും ചുരുക്കിയിട്ട് ഹൗസ് എവറിത്തിങ്. ഓക്കെ എല്ലാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. എല്ലാതും നന്നായിട്ടുണ്ട്. ഓക്കെ വളരെ സ്വാദിഷ്ടമാണെന്ന രീതിയിലൊക്കെ പറയാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എവറിത്തിങ് ഈസ് ഡിലീഷ്യസ്. എവറിത്തിങ് ഈസ് ഡിലീഷ്യസ്. ഓക്കെ വെരി ടേസ്റ്റിയാണ് നമ്മൾ ഡിലീഷ്യസ് എന്ന് പറയാം. ഓക്കെ നമുക്കിങ്ങനെ പറയാം. എവറിത്തിങ് ഈസ് ഡിലീഷ്യസ്. താങ്ക് യു കൂടിയും പറയാം. ഓക്കെ അല്ലെങ്കിൽ താങ്ക്സ് പറയാം. എവറിത്തിങ് ഈസ് ഡിലീഷ്യസ്, താങ്ക്സ്. അതുപോലെ തന്നെ എവറിത്തിങ് ഈസ് ഗ്രേറ്റ്, താങ്ക്സ്. എവറിത്തിങ് ഈസ് ഗ്രേറ്റ്, താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പറയാൻ പറ്റും. വി ആർ എൻജോയിങ് അവർ മീൽസ്, താങ്ക്സ്. വി ആർ എൻജോയിങ് അവർ മീൽ, താങ്ക്സ്. വി ആർ എൻജോയിങ് അവർ മീൽ, താങ്ക് യു എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. ഇനി ലാസ്റ്റത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ബില്ല് കൊടുക്കണമല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബില്ല് ചോദിക്കണം അവരുടെ അടുത്ത്. ഓക്കെ ബില്ല് ചോദിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. മേ ഐ ഗെറ്റ് ദ ചെക്ക് പ്ലീസ്, മേ ഐ ഗെറ്റ് ദ ചെക്ക് പ്ലീസ്. അതായത് ബില്ലിനെ തന്നെയാണ് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ ശ്രദ്ധിക്കുക, ബില്ലിനെ തന്നെയാണ് ഇവിടെ ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മേ ഐ ഗെറ്റ് ദ ചെക്ക് പ്ലീസ്, അതായത് മേ ഐ ഗെറ്റ് ദ ബിൽ പ്ലീസ് എന്ന സെയിം മീനിങ് തന്നെയാണ്. ഇങ്ങനെയും കുഡ് വെച്ചിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. കുഡ് വി ഗെറ്റ് ദ ചെക്ക് പ്ലീസ്, കുഡ് വി ഗെറ്റ് ദ ബിൽ പ്ലീസ് എന്ന രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ കൊളീഗ്സ് ഒക്കെ ആയിട്ട് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, അതായത് സെപ്പറേറ്റ് ബിൽസിന് വേണ്ടി. ഓക്കെ സെപ്പറേറ്റ് ആയിട്ട് ബിൽസ് ചോദിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റും. വി വുഡ് ലൈക്ക് സെപ്പറേറ്റ് ബിൽസ് പ്ലീസ്, വി വുഡ് ലൈക്ക് സെപ്പറേറ്റ് ബിൽ പ്ലീസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. കുഡ് വി ഗെറ്റ് സെപ്പറേറ്റ് ബിൽസ് പ്ലീസ്, കുഡ് വി ഗെറ്റ് സെപ്പറേറ്റ് ബിൽസ് പ്ലീസ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെയും റിക്വസ്റ്റ് ചെയ്യാം. കുഡ് വി സ്പ്ലിറ്റ് ദ ബിൽ, കുഡ് വി സ്പ്ലിറ്റ് ദ ബിൽ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനിയിപ്പോൾ പേയ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ടിപ്പായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും. കീപ് ദ ചേഞ്ച്, കീപ് ദ ചേഞ്ച് എന്ന് പറയാൻ പറ്റും. ഓക്കെ വെയിറ്റർ അല്ലെങ്കിൽ വെയിറ്റേഴ്സിൻ്റെ അടുത്ത് പറയാം കീപ് ദ ചേഞ്ച് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ റിസർവ് ചെയ്യുക, അവരെ വിളിച്ച് റിസർവ് ചെയ്യുക. അപ്പോൾ വളരെ റയർ സിറ്റുവേഷനിലായിരിക്കും നമ്മൾ റിസർവ് ചെയ്യുക. കൂടുതൽ നമ്മൾ നേരിട്ടായിരിക്കും പോവുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫുഡിനെ പറ്റി
ഇൻക്വയറി ചെയ്യാം, നമുക്കൊക്കെ ഇൻക്വയറി ചെയ്യാം, നമുക്ക് ഫുഡിനെ പറ്റി ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ അതുപോലെ ഓർഡർ ചെയ്യാം, പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറയാം, പിന്നെ എന്തെങ്കിലും അതിനിടയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ചോദിക്കാം. പിന്നെ ബില്ല് ചോദിക്കണതും, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബില്ലിനെ നമ്മളിവിടെ ചെക്ക് എന്നും പറയും. ഓക്കെ, CHECK. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ബില്ലെന്നാണ്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പറയുക. ഇനി കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, കാരണം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒക്കെ മാക്സിമം കപ്പാസിറ്റി ഉണ്ടല്ലേ. സോ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ പല പാർട്സായിട്ട് നമ്മൾ പറയും. ഓക്കെ, എങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്നൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എക്സാമ്പിൾസൊക്കെ കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. ബൈ.